ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാൽ. അപ്പൊ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുധിക്ക് ഇപ്പം കുറച്ച് പൈസയും കൂടെ കിട്ടണം. ഇനി ഏത് വഴിക്ക് ആ പൈസ ഒപ്പിക്കുന്നൊന്നും അറിയാൻ മേലാത്തൊരവസ്ഥയിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഷെയർ ചോദിച്ചു ചെന്നു. ഷെയർ ചോദിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഷെയറും ഇല്ല, ഒരു കോപ്പും ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ സച്ചി പറയുന്നത്. സച്ചിയുടെ അഭിപ്രായം മാത്രമല്ല, ചന്ദ്രയും ആ വീടിന്റെ ഷെയർ കൊടുക്കാനൊന്നും ഒരിക്കലും തയ്യാറാവില്ല. ചന്ദ്ര ആരാ സാധനം നമുക്കറിയാം. മോനൊക്കെയാണ് ശരിയാണ്, പക്ഷെ തന്റെ മോന്റെ സ്വഭാവം ഏറെക്കുറെയൊക്കെ അറിയാവുന്ന ഒരു സ്ത്രീ തന്നെയാണ് ചന്ദ്ര. എപ്പോഴും പൊന്നാര മോൻ എന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും തന്റെ മോന്റെ മൈനസ് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അപ്പം ഒരിക്കലും ഈ ഒരു വീട് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇവരുടെ കൂടെ ചെന്ന് താമസിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രയും നോ വെച്ചു. ലാസ്റ്റ് ആണ് ആ കള്ളത്തരം നമ്മുടെ ശ്രുതിക്ക് ചെയ്യേണ്ടി വരുന്നത്. നിർബന്ധിത പൂർണ്ണം നമ്മുടെ ശ്രുതി അത് ചെയ്യാണ്. അങ്ങനെ നേരെ വിളിച്ചു, ഫോണൊക്കെ വിളിച്ച് നമ്മുടെ മീരേനെ അങ്കിളൊക്കെ ആക്കി മാറ്റി. ഏതായാലും അവിടെ നിന്നും പൈസ കിട്ടില്ല എന്ന് തന്നെയാണ് അവരോട് പറയുന്നത്. അങ്കിളിന്റെ കയ്യോ കാലോ അങ്ങോട്ട് ഒടിഞ്ഞിരിക്കുവാന്നോ, അതുകൊണ്ട് ഇപ്പൊ ഒന്നിനും പറ്റത്തില്ലെന്നോ, അങ്ങനെയൊക്കെ കുറെ തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ നമ്മുടെ ശ്രുതി അവിടെ നിരത്തുകയാണ്. ഏതായാലും ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും യാതൊരു എന്താ പറയാ, ഇവര് തമ്മിൽ, അതായത് നമ്മുടെ അങ്കിളിനോട് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, ഏകദേശം ആൾക്കാർക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മുടെ രേവതിക്ക് ഒരു ചെറിയ ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ നാളത്തെ പ്രധാന വിശേഷം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, രേവതിയുടെ ഈ ഒരു സംശയം. രേവതിയുടെ സംശയം സത്യമാണ്. ഏതായാലും നമ്മുടെ ശ്രുതി സംസാരിച്ചത് കേട്ടിട്ട് സച്ചിയോട് രേവതി പറയാണ്, സച്ചി ഏട്ടാ, ശ്രുതി സംസാരിച്ചത് കേട്ടായിരുന്നോ? അവള് സംസാരിച്ചതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? കാരണം നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് സംസാരിക്കുന്നു, പക്ഷെ ഇങ്ങോട്ടേക്ക് പറയാനുള്ള സാവകാശമൊന്നും ശ്രുതി കൊടുക്കണില്ല. ആ ഒരു സ്പേസ് ഒന്നും കൊടുക്കുന്നേ ഇല്ല. എന്തോ ഉണ്ട് സച്ചേട്ടാ, അവൾ ഇളയച്ചനെ തന്നെയാണോ വിളിച്ചത്? അവള് വേറെ ആരെയും കണ്ടാ വിളിച്ചത്, അത് ഉറപ്പാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല അതെങ്ങനെ രേവതി നിനക്ക് മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി സച്ചേട്ടാ, സച്ചേട്ടനൊന്ന് ചിന്തിച്ചു നോക്കിക്കേന്ന് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ പുറകിലേക്ക് ചിന്തിച്ചപ്പോ ശരിയാണ്, ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആൾക്കൊന്നും സംസാരിക്കാൻ അവസരം കൊടുക്കുന്നൊന്നും തോന്നുന്നില്ല. നിർത്താതെ ഓരോന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയെ. അപ്പൊ രേവതി ശരിയാണല്ലോ, അവൾ അങ്ങനെയാണല്ലോ സംസാരിച്ചത്. അപ്പൊ ഇതിൽ എന്തോ ഉണ്ട്. ഉണ്ട് സച്ചേട്ടാ, പക്ഷെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ, നമ്മൾ ഇനി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീട് മേടിക്കുന്നത് കൊണ്ട് അസൂയാണ്, കുശുമ്പാണ് എന്നൊക്കെ പറയും. ഒന്നാമത് പേരുണ്ട് അസൂയ കുശുമ്പ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്തെങ്കിലും ഇനി പറഞ്ഞുകൊണ്ട് ചെന്നിട്ടുണ്ട്, അത് ഇത് മറിച്ചത് മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാ, അവരെന്തേലും കാണിക്കട്ടെ, വീട് മേടിക്കട്ടെ അവരെ, നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, എവിടെ നിന്നെങ്കിലും പൈസ കിട്ടട്ടെ, നമുക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാമല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വേറൊരു കാര്യവും സച്ചേട്ടൻ ഇടപെടാനൊന്നും പോകണ്ട, ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിയോട് സച്ചിൻ പറഞ്ഞു, അത് ശരിയാ നീ പറയുന്നത്, പക്ഷേ എന്തൊക്കെയോ ഇതിന്റെ പിന്നിൽ അട്ടിമറി നടക്കുന്നില്ലേ രേവതി? അത് നമ്മൾ അറിഞ്ഞിട്ട് അറിയില്ല എന്ന ഒരു ഭാവത്തോടെ നിൽക്കുന്നത് ശരിയാണോ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഏട്ടനല്ലേ. ചേട്ടനൊക്കെ ശരിയാ സച്ചേട്ടൻ ഇപ്പൊ ഈ വിഷയം എടുത്ത് ഇടരുത്, ഇപ്പൊ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നമാകും, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് രേവതി തന്നെ നമ്മുടെ സച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തും വർഷയുമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയാണ്, എങ്കിലും ഏട്ടൻ ചെയ്ത് ശരിയായില്ല എന്ന് വർഷയും പറയുന്നുണ്ട്, അല്ലേ ശരിയാ, ഒരിക്കലും എനിക്ക് ഉറപ്പുണ്ട് ആന്റി സമ്മതിക്കത്തൊന്നുമില്ല ആ ഒരു കാര്യം ചെയ്യാനായിട്ട്, ഷെയർ ഒക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ? ഇതെന്താ ഇവർ അതും ഇതൊക്കെ നോക്കാതെ ഇങ്ങനെ പറയുന്നത്? വല്ലാത്തൊരു ഇതായി പോയി. എന്തൊക്കെ പറഞ്ഞാലും സച്ചേട്ടന് അഭിമാനമുള്ള കൂട്ടത്തിൽ തന്നെയാ. അഭിമാനം മാത്രമല്ല, ഇച്ചിരി വിവരവും ബോധവും ഒക്കെ ഉണ്ട്. നിങ്ങളിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടന് മാത്രമേ കുറച്ച് വിവരവും ബോധവും ഉള്ളൂ. പെട്ടെന്ന് ശ്രീകാന്തേ എന്ന് വെച്ചപ്പോഴത്തേക്കും, അല്ല ശ്രീകാന്തേ, ഞാനുള്ള കാര്യമാണ് പറയുന്നത്. സച്ചേട്ടന് കുറച്ച് വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്, അത് ശരിയാണ്. പക്ഷെ സച്ചേട്ടന് വല്ല പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം കൂടെ കിട്ടുമായിരുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങൾ 3 പേരിലും വെച്ച് ഏറ്റവും മികച്ചൊരു ആളായേനെ, നല്ലൊരു പൊസിഷനിൽ സച്ചേട്ടൻ എത്തിയേനെ, അത് ഉറപ്പാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ കഷ്ടപ്പെട്ടവര്, അവരെന്തുമാത്രം കഷ്ടപ്പെട്ട, ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. രേവതി ചേച്ചി ആണെങ്കിലും എന്തുമാത്രം കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്, ആരുടെയെങ്കിലും മുമ്പിൽ പോയി കൈ നീട്ടുന്നുണ്ടോ? ഒരിക്കലും ആരുടെയെങ്കിലും മുമ്പിൽ പോയി കൈ നീട്ടുന്നില്ല. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടല്ലേ രേവതി ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉറപ്പായിട്ടും ചെയ്തത് മോശമായിപ്പോയി, വെറും മോശമായിപ്പോയി, ഇത് വേറെ ചീപ്പ് പരിപാടി ആയിപ്പോയി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കാണ് കേട്ടോ.
അതായത് നമ്മുടെ ശ്രീകാന്തിന്റെ ശ്രുതിയുടെ കുറ്റം പറയുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവര് നിന്ന് ഭയങ്കര സംസാരം. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷ അത് ഭയങ്കര പ്രശ്നമാവും. പിന്നെ നമുക്ക് അസൂയ കുശുമെന്നൊക്കെ പറയുന്നത് നമ്മൾ ഇടപെടേണ്ടെന്ന് തന്നെ നമ്മുടെ രേവതി പറഞ്ഞ പോലെ തന്നെ ശ്രീകാന്തും വർഷയോട് പറയാണ്. അപ്പൊ ഇവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറ്റമല്ല, സത്യം പറഞ്ഞിട്ടുണ്ടോ ഉള്ള കാര്യമാണ് പറയുന്നത്. ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പെട്ടെന്ന് ശ്രുതിയും കൂടെ വരിക. പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചു, അല്ല വർഷേ, കേട്ട് കാണുമോ അവര് നമ്മൾ പറഞ്ഞത്? ദേ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ പതുക്കെയാ പറഞ്ഞത്. എനിക്ക് എവിടെ പറയണം എന്ത് പറയണം എന്നൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും കുറ്റങ്ങളൊക്കെ പതുക്കെ പറയാറുള്ളൂ. ഞാൻ പതുക്കെ സംസാരിച്ചത്. ശ്രീകാന്ത് ഉറക്കെയാണോ സംസാരിച്ചത്? അല്ലല്ലോ, ശ്രീകാന്തും പതുക്കെയല്ലേ സംസാരിച്ചത്. ആ ശരിയാണല്ലേ, അപ്പൊ അവര് കേട്ട് കാണണല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ശ്രുതിയും വന്നു. അങ്ങനെ ശ്രുതി പറഞ്ഞു, എടാ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നടാ ഈ വീട് സ്വന്തമാക്കുക എന്നുള്ളത്. അത് നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാടാ ശ്രീകാന്ത് എന്ന് പറയുമ്പം. അത് പിന്നെ പൈസ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോരായിരുന്നോ ഇറങ്ങി പുറപ്പെടുന്നതൊക്കെ? പൈസയൊക്കെ കയ്യിലില്ലാതെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നിങ്ങനെ നമ്മുടെ വർഷം എടുത്തടിച്ച് പറഞ്ഞിട്ട്. വർഷം എന്നും മുഖത്ത് നോക്കി പറയുന്ന കൂട്ടത്തിലുള്ളതാണല്ലോ, മനസ്സിൽ അങ്ങനെ ഒന്നും വെക്കത്തില്ലല്ലോ. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ പൈസ ഞങ്ങൾ കിട്ടുന്നല്ലേ വിചാരിച്ചത്. 3 കോടി രൂപ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പം, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ല ശ്രുതി ചേച്ചിയുടെ കൊച്ചച്ഛന്റെ ചെറിയച്ഛന്റെ കാലൊക്കെ പോയിരിക്കാന്ന് പറഞ്ഞാല് കാലും കൊണ്ടാണോ പൈസ അയക്കേണ്ടത്? ഇപ്പൊ വേറെ ആരെങ്കിലും ഇടപെടുത്തിയിട്ട് പൈസ ഉണ്ടെങ്കിൽ പൈസ അയച്ച് ഇപ്പൊ ഇത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റൂലോ. പിന്നെ എന്താ അങ്ങനെ ഇളയച്ചൻ പറയാൻ കാരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ കാലൊക്കെ വയ്യാണ്ടായിട്ട് ഇരിക്കല്ലേ, അപ്പം ഇളയച്ചൻ ചെല്ലാതെ അവിടെ ചെക്കൊക്കെ ഒപ്പിടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രുതി അങ്ങോട്ട് അത് മാറ്റി വിടുകയാണ് കേട്ടോ. അതായത് ആ വിഷയം അങ്ങോട്ട് മാറ്റുക. അപ്പൊ അത് കൂടുതൽ അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി വിളറി വെളുത്ത് നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ശ്രുതി തന്നെ ആ ഒരു തട്ടിമുട്ടിയൊക്കെ മാറ്റി വിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല വർഷേ, നീ വിചാരിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ വീട് മേടിക്കാൻ പറ്റുമായിരിക്കുന്നേ. ഞാൻ വിചാരിച്ചാലോ അങ്ങനെ ഈ വീട് മേടിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക്? ഞാൻ ഈ ഡബിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് തന്നെ എന്റെ മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാൻ തന്നെ എനിക്ക് തികയത്തില്ല. പിന്നെ എന്റെ ഡ്രസ്സ് അതുപോലെ അങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ. അല്ലാതെ ഞാൻ വലിയ സേവിങ്സോ കാര്യങ്ങളോ എനിക്കില്ല. പിന്നെ എന്റെ അച്ഛനും അമ്മയും എന്റെ പേരിൽ സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് എനിക്കല്ലാതെ ഒന്നും ഇല്ല, എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും, നിന്റെ അച്ഛൻ നിന്റെ പേരിൽ സേവിങ്സ് ചെയ്യുന്നുണ്ടല്ലോ, നിന്റെ അമ്മയുണ്ടല്ലോ, അത് മതി. ഒരു കാര്യം ചെയ്യുവോ, നിന്റെ അച്ഛന് ഒത്തിരി ഹൗസ് ബോട്ടും അതുപോലെ തന്നെ കുറെ വില്ലാസും അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളും ഒത്തിരി ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പോഴേ നിന്റെ അച്ഛനോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു 75 ലക്ഷം രൂപയും കൂടി ഇനി കിട്ടിയാൽ മതി. അത് നിന്റെ അച്ഛന് വെറും സിമ്പിൾ അല്ലായിരിക്കും പക്ഷെ മേടിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ വർഷ പറഞ്ഞു, അതിപ്പോ എങ്ങനെയാ സുധിയേട്ടാ ശരിയാവുന്നത്? എന്റെ അച്ഛന്റെ മുമ്പില് പൈസ എന്ന് ചോദിക്കാനോ? ഈ എന്നെ കൊണ്ടൊന്നും അതിന് പറ്റത്തില്ല. അതൊന്നും ഒരിക്കലും ശരിയല്ല. ഇപ്പൊ പോലും ഞാൻ എന്റെ അച്ഛന്റെ മുമ്പിൽ എന്റെ ആവശ്യത്തിന് ഇപ്പൊ ഒരു 18 വയസ്സ് കഴിഞ്ഞ പിന്നെ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛന്റെ മുമ്പിൽ പോയി ഞാൻ കൈ നീട്ടി നിന്നിട്ടില്ല. എനിക്കത് ഇഷ്ടമുള്ള പരിപാടിയല്ല. എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കണം, സ്വന്തമായിട്ട് എന്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ എന്റെ അച്ഛനോട് പോയി പൈസ ചോദിക്കുക എന്ന് പറഞ്ഞാല് അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് പറയുമ്പോഴത്തേക്കും സുധി പറഞ്ഞു, അല്ല നീ പോയി കൈ നീട്ടി ചുമ്മാ നിൽക്കാനൊന്നും അല്ല പറഞ്ഞത്. നീ കാര്യം പറ. എനിക്കിങ്ങനെ ഒരു വീട് മേടിക്കാനാണ്. സുധിയേട്ടന് ഒരു 25 ലക്ഷം രൂപ വേണം, കൊടുക്കുക എന്നൊന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു, കടമായിട്ട് മതി. അപ്പൊ ശ്രുതിയും പറഞ്ഞു, അതെ കടമായിട്ട് മതി, അല്ലാതെ ഒന്നും വേണ്ട, കടമായിട്ട് മതി. ഞങ്ങള് ഇത്ര മാസത്തിനുള്ളില് അല്ലെങ്കിൽ വർഷത്തിനുള്ളില് ഞങ്ങള്. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിന് ദേഷ്യം വന്നു കേട്ടോ. അപ്പൊ ശ്രീകാന്ത് ആണെങ്കിൽ പറയുന്നുണ്ട്, എന്താ സുധിയേട്ട ഈ പറയുന്നത്? ഞാൻ പോലും വർഷയുടെ അച്ഛനോട് പൈസ ഇതുവരെ ചോദിച്ചിട്ടില്ല. അതെന്താടാ നീ ചോദിക്കാത്തത്? അപ്പൊ ചോദിക്കുന്ന കേട്ടോ നമ്മുടെ സുധി ചോദിക്കുന്നത്, അതെന്താ നീ ചോദിക്കാത്തത്? അല്ല നിനക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങണമെങ്കിൽ നീ നിന്റെ അച്ഛനോട് പൈസ ചോദിക്കത്തില്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ എനിക്ക് റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടി ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെന്നോട് ഇങ്ങോട്ടേക്ക് പൈസ തരാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെക്ക എടുത്തിട്ട് ഇഷ്ടമുള്ള തുക എഴുതി എടുത്തോളാൻ പറഞ്ഞതാ. എന്നിട്ട് പോലും ഞാനത് വേണ്ടാന്ന് വെച്ചതാ. കാരണം എന്താ, എനിക്ക് എന്റെ ഭാര്യയുടെ അച്ഛന്റെ, അതായത് എന്റെ അമ്മായിയപ്പന്റെ പൈസ കൊണ്ട് എനിക്ക് എന്റെ ഭാര്യേനെയോ ഇനിയിപ്പോ എനിക്ക് ഉണ്ടാകാൻ പോകുന്ന മക്കളെയോ നോക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ എന്റെ കുടുംബത്തെ നോക്കിക്കോളാം. അല്ലാതെ എനിക്കൊരു വീട് മേടിക്കണമെങ്കിൽ പോലും ഞാൻ ആരുടെ മുമ്പിൽ ചെയ്ത് കൈ നീട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അല്ല ഞങ്ങൾ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നതല്ലല്ലോ ശ്രീകാന്തേ, നിങ്ങളോട് കടം ചോദിച്ചല്ലേ എന്ന് പറഞ്ഞപ്പം എനിക്ക് പറ്റില്ല ഏടത്തി, എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. ഞാൻ വർഷം ഇനി ചോദിക്കാൻ പറഞ്ഞാലും ഞാൻ വർഷനെ കൊണ്ട് ചോദിപ്പിക്കത്തുമില്ല, എനിക്കതിന് പറ്റത്തില്ല എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും എന്തോ പോലെ ആയിപ്പോയി.
ശ്രുതി ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പൊ പുറകെ ശ്രുതി ആണെങ്കിൽ എന്നാ പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോയി. അപ്പൊ ശ്രുതി പറഞ്ഞു, ഓ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും, ഇനിയിപ്പോ എന്താ ശ്രുതി, നമ്മൾ പൈസ ഉണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലും വഴി വേണ്ടേ, 75 ലക്ഷം രൂപ വേണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഒരു കാര്യം ചെയ്ത് സമാധാനപ്പെട്ട്, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ശ്രുതി, അല്ലാതെ ഇനിയിപ്പോ ആരോടും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വേറൊന്നുമല്ല, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരും പൈസ തരാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഒന്നും ഒരാൾ നന്നാവുന്ന ഇഷ്ടപ്പെടത്തില്ല. നമ്മളൊരു വീട് മേടിക്കുന്ന കാര്യം ഇപ്പൊ ഓർത്ത് നോക്കിയേ, ഒരു 3 കോടി, ഒരു 5 കോടിയുടെ ആസ്തി വരുന്ന വീട് നമ്മൾ 3 കോടിക്കാണെങ്കിലും മേടിക്കല്ലേ. അത് കാണുമ്പോഴത്തേക്കും കണ്ണിക്കടിയുള്ളവർ ഇഷ്ടം പോലെ പേര് കാണും. അപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. ശ്രുതി സമാധാനമായിട്ടിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, അല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും. ഇനി 75 ലക്ഷം രൂപ എവിടെ ചെന്നുണ്ടാക്കും സത്യം പറഞ്ഞാൽ എന്നറിയാൻ മേലാത്തൊരവസ്ഥയാണ്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സ്വന്തമായിട്ട് അവിടെ ഒരു വീടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ വീട് വല്ലതും മേടിച്ച് വല്ലതും മാറി താമസിക്കാനുള്ള ഇനി 3 കോടി രൂപയുടെ വീട് മേടിക്കാൻ പോയി അത്യാർത്ഥി കാണിക്കുന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. നിങ്ങൾ പലപ്പോഴും കമന്റ്സിൽ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള സംസാരം വേണ്ട, നമ്മുടെ കഥയിലെ കാര്യങ്ങൾ മാത്രം ചിന്നു പറഞ്ഞാൽ മതി എന്ന്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയണില്ല കേട്ടോ. അപ്പൊ നാളത്തെ ഏകദേശം സീൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ചെറിയൊരു റൊമാൻസ് സീനൊക്കെ ഉണ്ട്. അവർ ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതും, നമ്മുടെ രേവതിയോട് ഇത്രയും വലിയൊരു വീടാണോ നിന്റെ സ്വപ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് രേവതി പറയും, ഇത്രയും വലിയ വീടൊന്നും അല്ല എന്റെ സ്വപ്നം എന്ന് പറയുന്നത് എനിക്കൊരു ചെറിയ വീട് മതി. അതായത് ഈ ഒരു നടുക്ക് വീടിന് 4 കെട്ട് വീട്, നടുക്ക് മുറ്റമൊക്കെ വന്ന് തുളസിത്തറയൊക്കെ ആയിട്ടുള്ളൊരു നമ്മുടെ മുത്തശ്ശിയുടെ വീടില്ലേ, അച്ഛമ്മയുടെ വീടില്ലേ, അച്ഛമ്മയുടെ വീട് പോലത്തെ ഒരു വീടൊക്കെയാണ് എനിക്കിഷ്ടം. ഒരു വലിയൊരു മിറ്റം, വലിയ മിറ്റം വേണം, ഒരു തിണ്ണ വേണം, അതിനകത്ത് നിറച്ച ആൾക്കാർ വേണം, അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ വലിയ കൊട്ടാരം കെട്ടി വെച്ചിട്ട് എന്തിനാ സച്ചേട്ടാ, നമ്മൾ എത്ര വലിയ കൊട്ടാരം കെട്ടിയാലും അതിനകത്തെ ആളുകളുടെ സ്വഭാവം പോലെ ഇരിക്കില്ലേ ആ വീട്. അപ്പം അതുകൊണ്ട് ചെറിയ വീടാണേലും എനിക്ക് മതി, സ്വന്തമായിട്ടൊരു ചെറിയ വീടാണേലും അത് കിട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ സച്ചിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവണം. അപ്പൊ സച്ചി പറഞ്ഞു, ഞാൻ വിചാരിച്ചതേ ഇവിടെ അടുത്ത് തന്നെ വലിയൊരു ബംഗ്ലാവ് നിനക്ക് മേടിച്ച് തരാന്നാ ഞാൻ വിചാരിച്ചത്, ഇതെല്ലാം നിനക്ക് വേണ്ടല്ലോ, എന്നാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നാളെ ഈ ഒരു രംഗം കാണിക്കുമോ, ഈ ഒരു സീൻ കാണിക്കുമോ എന്നറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. നമ്മള് അലീനയുടെ വിശേഷം റിയൽ സ്റ്റോറിക്കകത്ത് ഇട്ടിട്ടുണ്ടേ, നാളത്തെ വിശേഷം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഒരു 8 മണി 8:30 കൂടിയാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും വിശേഷവും നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊരു 9 മണി 9:30 കൂടിയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.